മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഇസ്രായേലിനെ ഒരു അധിനിവേശ ശക്തിയായി വിലയിരുത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഗസയിൽ മാനുഷിക സഹായം നൽകാൻ ബാധ്യസ്ഥരാണ്. ഗസയിലെ UN സഹായ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ സൗകര്യമൊരുക്കണമെന്നും ഗസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രസിഡന്റ് UG ഇവാസാവ വ്യക്തമാക്കി. അതേസമയം വെസ്റ്റ് ബാങ്കിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതിനുള്ള ബില്ലിന് ഇസ്രായേലി സെനറ്റിൽ ആദ്യഘട്ട അംഗീകാരം കിട്ടി. ലൈവ് മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഇന്നലെ നമുക്കറിയാം ഹമാസിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ട്രംപ് സംസാരിച്ചിരുന്നു. പക്ഷേ അവിടെ നീതിന്യായ കോടതിക്ക് ട്രംപിനൊപ്പമോ ഇസ്രായേലിനൊപ്പമോ അല്ല, ഗസയിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കണം. അതെ, അവിടെ ഒരു അധിനിവേശ ശക്തിയായ ഇസ്രായേൽ ഗസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നാണ് കോടതിയുടെ ഒരു നിലപാട്. ഇത് അന്താരാഷ്ട്ര ന്യായ കോടതിയുടെ പ്രസിഡന്റ് തന്നെയാണ് വ്യക്തമാക്കുന്നത്. UG ഇവാസാവ ഇത് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. 6000-ഓളം ട്രക്കുകളാണ് UNRWയുടെ ഈ ഗസയിലേക്ക് കടക്കാനായി ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതിന് അനുമതി ലഭിച്ചാൽ അത്രയും സഹായം ഗാസയിലേക്ക് എത്തും. അപ്പോൾ അത് തടയാനുള്ളൊരു ശ്രമം അംഗീകരിക്കാനാകില്ല എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വ്യക്തമാക്കുന്നു. അതേസമയം മറ്റ് ചില മാറ്റങ്ങൾ കൂടി ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഇസ്രായേലിലെ സെനറ്റ്, അതായത് ഇസ്രായേലിൻ്റെ കെനസെറ്റ് എന്ന് പറയുന്ന അവിടുത്തെ പ്രതിനിധി സഭ ഈ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇസ്രായേലുമായി കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ബില്ല് ആദ്യഘട്ടം, അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. അതേസമയം നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്, തങ്ങൾ അമേരിക്കയുടെ ഒരു അടിയാളുകൾ അല്ല, അമേരിക്കയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു രാജ്യമല്ല, തങ്ങൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കാനും സുരക്ഷ ഉറപ്പാക്കാനുമൊക്കെയുള്ള ബാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് ഉണ്ട് എന്ന് നെതന്യാഹു കൃത്യമായി എടുത്തു പറയുന്നു. മാർക്കോ റുബിയോ, അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, വിദേശകാര്യ സെക്രട്ടറി എന്ന് വേണമെങ്കിൽ പറയാം, മാർക്കോ റുബിയോ നാളെ ഇസ്രായേലിലെത്തും. അവിടെ JD വാൻസ് ഇപ്പോൾ തന്നെ ഉണ്ട്. നെതന്യാഹുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ വെടിനിർത്തൽ കരാർ കുറച്ച് കടുപ്പമുള്ളതാണെങ്കിലും ഇത് നടപ്പിലാക്കണം എന്നൊരു നിലപാടിലാണ് ലോക നേതാക്കൾ എല്ലാവരും. പക്ഷേ JD വാൻസ് സൂചിപ്പിക്കുന്നത് പോലെ അത് അത്ര കണ്ട് എളുപ്പമല്ല, പക്ഷേ അതിനുള്ള ശ്രമം തുടരും എന്ന് പറയുന്നു. ഏതായാലും മാർക്കോ റൂബിയോ വരികയും JD വാൻസ് ഇപ്പോൾ ഇസ്രായേലിലുണ്ട്. ഒപ്പം ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാളെ ഒരു കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ തലത്തിലേക്ക് സമാധാനം ഗാസയിൽ കൊണ്ടുവരിക എന്ന ഒരു ശ്രമം കൂടുതൽ മുന്നോട്ട് നീങ്ങുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുന്നു. ഇന്നും ഒരാൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം. ഒപ്പം ഈ എയ്ഡ് സഹായം അങ്ങോട്ടേക്ക് എത്തുകയും വേണം. ശരി.